സിനിമയിലും ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഇപ്പോൾ താരങ്ങൾ. അവർ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ താരങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ സ്ഥാനാർത്ഥികളായി എത്തുമ്പോൾ എന്ത് സംഭവിക്കും? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടികളും ആശയങ്ങളും തമ്മിലുള്ള പോര് മാത്രമല്ല തെരഞ്ഞെടുപ്പ്. സ്ക്രീനിലെ ജനപ്രിയ മുഖങ്ങൾ പുതിയ കാലത്ത് വോട്ടുപെട്ടിയിലേക്ക് ശക്തമായി കടന്നു വരികയാണ്. അവരും ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുകയാണ്. പ്രശസ്തിയും ജനപ്രീതിയും വോട്ടായി മാറുമോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഫോളോവേഴ്സിൻ്റെ എണ്ണം ബാലറ്റ് പേപ്പറിൽ വിജയം കുറിക്കുമോ? സിനിമയും ടെലിവിഷനും സോഷ്യൽ മീഡിയയും നൽകിയ പ്രശസ്തി തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഒരു ഷോർട്ട് കട്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരങ്ങളും ഇൻഫ്ലുവൻസർമാരും ഒക്കെ പുതിയ രാഷ്ട്രീയ ട്രെൻഡിന് ആക്കം കൂട്ടുകയാണോ? അവരുടെ ജനപ്രീതി വോട്ടായി മാറുമോ? അതോ വെറും കെട്ടുകാഴ്ചകളായി അവരൊക്കെ പര്യവസാനിക്കുമോ? ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മുഖത്തിനാണോ ആശയത്തിനാണോ? അഞ്ജലി നായർ, ലക്ഷ്മി പ്രിയ, വീണ നായർ, രമേഷ് പിഷാരടി, പ്രോമി കുര്യാക്കോസ്, അങ്ങനെ ഇവരൊക്കെ കളത്തിലിറങ്ങുന്നു. അപ്പോൾ പൊതുവേദി ചർച്ച ചെയ്യുന്നു താരങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ത്?